നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മര്യാദയ്ക്ക് ചെന്ന് തനിച്ചു കുളിച്ചോ, ഇല്ലെങ്കിൽ ഞാനീ മരുന്നൊക്കെ എടുത്തു തരും. എത്ര കയ്പാണെങ്കിലും ഈ മരുന്നൊക്കെ കുട്ടനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. അത് വേണോ? വേണ്ട വേണ്ട. ആ ഞാൻ വേണ്ട, ഞാൻ പോയി കുളിച്ചോളാം, ഒറ്റയ്ക്ക് കുളിച്ചോളാം. അപ്പൊ തോർത്തെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കുളിക്ക്. ചെല്ലേ. ഇതുവരെ ഇവിടെ ആരും ആ ഗുളികൾക്കുള്ളിൽ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഓ, ഇനിയിപ്പോ അത് കണ്ടുപിടിക്കാനും പോകുന്നില്ല. കണ്ടുപിടിക്കാതിരുന്നാ മതിയായിരുന്നു. എന്റെ മായ, നീ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി ആ പെൺഡ്രൈവ് കണ്ടെത്താനുള്ള വഴി കണ്ടുപിടിക്കും. ആ, നീ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേ. അത് രാവിലെ കൊടുക്കാനുള്ളതാ. ഭക്ഷണത്തിന് ശേഷാ കൊടുക്കേണ്ടത്. ഇത് ഉച്ചക്ക്. ഇത് രാത്രി ഭക്ഷണത്തിന് മുമ്പ് കൊടുക്കേണ്ടതാ. ഇത് രാത്രി ഭക്ഷണത്തിന് ശേഷം കൊടുക്കേണ്ടതാ. ശരി ശരി, ഇനി ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി. കുട്ടാ, ഇനി ഇതെല്ലാം കുട്ടന് ഞാൻ തന്നോളാം കേട്ടോ. കുട്ട, എല്ലാ മരുന്നും കുട്ടൻ മുടങ്ങാതെ കഴിക്കണേ. വേണ്ട, എനിക്ക് മരുന്നൊന്നും വേണ്ട. അതെന്താ വേണ്ടാത്തെ? ഇതിനൊക്കെ ഭയങ്കര കയ്പാ. കയ്പാണെങ്കിലും ഇത് ഗുണം ഉണ്ടാവുന്ന മരുന്നല്ലേ, അതുകൊണ്ട് ഈ മരുന്നുകൾ കുട്ടൻ കഴിച്ചേ മതിയാവൂ. ഇല്ല, ഞാൻ കഴിക്കില്ല. അതെ കുട്ട, ഇത് കഴിച്ചാ മാത്രമേ കുട്ടന്റെ അസുഖം മാറൂ. അസുഖോ? അതിനെനിക്കെന്താ അസുഖമുള്ളേ? പറ മലകെ, എനിക്ക് എന്താ അസുഖം? മലക പറയ്, എനിക്കെന്താ അസുഖം? അത് കുട്ടനങ്ങനെ അസുഖമൊന്നുമില്ല. പിന്നെ അസുഖമില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ മരുന്നൊക്കെ എന്തിനാ കഴിക്കണേ? വേണ്ട മാലാക, എനിക്ക് മരുന്നൊന്നും വേണ്ട. ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. മാലാക, എന്നോട് ഈ മരുന്നൊന്നും കഴിക്കാൻ പറയണ്ട. ആ ശരി ശരി, സമ്മതിച്ചു. കുട്ടൻ ഈ മരുന്നുകളൊന്നും കഴിക്കണ്ട. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. ഇനി അതെന്താ? ഞാൻ പറയുന്നതെല്ലാം കുട്ടൻ അനുസരിക്കണം. അങ്ങനെ ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച കുട്ടൻ ഈ മരുന്നുകളൊന്നും കഴിക്കേണ്ടി വരില്ല. ഞാൻ അനുസരിക്കാം. ഇനി മാലാക പറയണേ എല്ലാം ഞാൻ അനുസരിക്കാം. ഉറപ്പാണേ? ആ, ഉറപ്പ്. എന്നാ കുട്ടൻ പോയി കുളിച്ചേ. കുളിക്കാനോ? ആ, ഞാൻ തനിച്ച് കുളിക്കാറില്ല. എന്നെ അമല കുളിപ്പിക്കാറ്. അമല് കുളിപ്പിക്കണ്ടെന്നാണല്ലോ കുട്ടൻ പറഞ്ഞേ. ഇനി വീണ്ടും അമലിനെ വിളിക്കണോ? അതെ, മര്യാദയ്ക്ക് ചെന്ന് തനിച്ചു കുളിച്ചോ, ഇല്ലെങ്കിൽ ഞാനീ മരുന്നൊക്കെ എടുത്തു തരും. അയ്യോ, എത്ര കയ്പാണെങ്കിലും ഈ മരുന്നൊക്കെ കുട്ടനെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. അത് വേണോ? വേണ്ട വേണ്ട. ആ ഞാൻ വേണ്ട, ഞാൻ പോയി കുളിച്ചോളാം, ഒറ്റയ്ക്ക് കുളിച്ചോളാം. അപ്പൊ തോർത്തെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പോയി കുളിക്ക്. ചെല്ലേ. കുട്ടാ, കുട്ടാ.
ഇതുവരെ കുളിക്കാൻ തുടങ്ങിയില്ലേ? ഇല്ല, ഇതില് വെള്ളം വന്നില്ല, കംപ്ലൈന്റാ. ആ അതാണോ കാര്യം? ഈ ടാപ്പിനെ പിടിച്ച് തിരിച്ചേ വരുമല്ലോ. ഞാൻ നോക്കിയതാ, പൊട്ട ടാപ്പ്, വെള്ളം വന്നില്ല. ആ ദേ നോക്ക്, ഇങ്ങനെയാ ടാപ്പ് തുറക്കണ്ട. ടാപ്പിൽ നിന്ന് വെള്ളം വരുന്ന ഇപ്പൊ കണ്ടില്ലേ? ആ, ഇനി എന്നും ഇങ്ങനെ വേണം പൈപ്പ് തുറക്കാൻ. ഇപ്പൊ മനസ്സിലായോ? ആ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുവോ? ഉം. എന്നെ കുട്ടൻ കുളിച്ചോ? ആ കുളിച്ച് തല തോർത്തിട്ട് വേണം പുറത്തേക്ക് വരാൻ, കേട്ടല്ലോ? ആ ഞാൻ ഗുളിക എടുത്തു കൊടുത്തിട്ട് കൊടുക്കേണ്ട വിധമൊക്കെ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി അത് കൊടുക്കാന്നും പറഞ്ഞു. ഇനി മുതൽ സിദ്ധുവിന്റെ കാര്യങ്ങളൊക്കെ ചേച്ചി നോക്കിക്കോളാന്നാ പറയുന്നേ. പക്ഷേ എനിക്കെന്തോ അത് ശരിയാവും തോന്നുന്നില്ല. അങ്ങനെ നോക്കിക്കൊള്ളാന്ന് ദേവിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നല്ലേ എന്റെ അർത്ഥം. നീ എന്തായാലും ചെല്ല്. ശരി. അയ്യോ, സിദ്ധുണ്ടല്ലേ ശബ്ദം കേൾക്കുന്നത്? അതെ കുട്ട, എന്താ കുട്ട? വെള്ളം പൊള്ളി. അയ്യോ, ആ അത് ശരി. ഹോട്ട് വാട്ടറിന്റെ ടാപ്പ് തുറന്നല്ലേ? അതുകൊണ്ടല്ലേ ചൂടുവെള്ളം വന്നത്. ആ വെള്ളത്തിന്റെ ചൂട് അധികമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ദാ ഇത് പിടിച്ച് ഇങ്ങോട്ട് തിരിക്കണം. അപ്പൊ തണുത്ത വെള്ളം വരും. കണ്ടോ? ദാ ഇപ്പൊ ചൂട് കുറവില്ലേ നോക്കിയേ, ലൈറ്റ് ആയിട്ട്. കണ്ടോ? എന്നാ കുളി നടക്കട്ടെ. ആ മോളെ, കുട്ടൻ എവിടെ? അവൻ എന്താ പറ്റിയേ? അവൻ നിലവിളിക്കുന്ന കേട്ടല്ലോ. കുട്ടൻ കുളിക്കുവാ. തനിച്ചോ? അതും ശീലിക്കണമല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.